മലയാള മനോരമയിലെ ഒരു വാർത്തയാണ്. അതായത് കെട്ടിട നികുതി 5% കൂട്ടുമെന്ന വാർത്ത മനോരമ അതിൻ്റെ പ്രധാന വാർത്തയായി ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ വർഷം തോറും ഈടാക്കുന്ന കെട്ടിട നികുതി ഏപ്രിൽ മുതൽ 5% കൂട്ടും. നേരത്തെ 5 വർഷത്തിലൊരിക്കൽ 25% എന്ന നിരക്കിലായിരുന്നു ഇത് കൂടിയിരുന്നത്. ഇപ്പോൾ ഓരോ വർഷവും 5% എന്ന നിലയിൽ കൂട്ടാനാണ് തീരുമാനമായിരിക്കുന്നത്. ഈ കെട്ടിട നികുതിയിലൂടെ 2600 കോടിയോളം രൂപയാണ് ഒരു വർഷം സർക്കാരിന് ലഭിക്കുന്നത്. ഈ 5% കൂട്ടുന്നതിലൂടെ 130 കോടി രൂപ സർക്കാരിന് അധിക വരുമാനം പ്രതീക്ഷിക്കുന്നതായാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. മുമ്പ് ഇത്തരത്തിൽ കെട്ടിട നികുതി കൂട്ടിയത് 2011 ഈ വാർത്തയിൽ വിശദീകരിക്കുന്നുണ്ട്. മനോരമയിൽ തന്നെയുള്ള മറ്റൊരു വാർത്ത, ദുരിതങ്ങളുടെ കണക്ക് തീർത്ത് 1 കോടി ഭാഗ്യം എന്നൊരു വാർത്ത നൽകിയിരിക്കുന്നു. അതായത് നേരത്തെ മാസങ്ങളോളം നീണ്ട ആശുപത്രി ചികിത്സയ്ക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയാതെ വിഷമിച്ച കാലമുണ്ടായിരുന്നു. അഖിലേഷ് അതുപോലെ തന്നെ ഭാര്യ കുമാരിക്കും അന്ന് നാട്ടുകാരാണ് സഹായം നൽകിയത്. അഖിലേഷിന് ഇന്ന് ഈ ക്രിസ്തുമസ് ബമ്പറായി 1 കോടി രൂപ രണ്ടാം സമ്മാനം ലഭിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് മനോരമയിൽ ആദ്യ പേജിൽ തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന്, KSRTCക്ക് വീണ്ടും CNG മോഹം. അതായത് മന്ത്രി ആന്റണി രാജു ഗുജറാത്ത് സന്ദർശിക്കാൻ ഒരുങ്ങുന്നു. ഡീസൽ ബസ്സുകൾ മാറ്റി CNG ബസ്സുകളാക്കാൻ 5000-ഓളം ബസ്സുകൾ അങ്ങനെ CNGയിലേക്ക് മാറ്റാൻ ഉദ്ദേശിക്കുന്നു എന്ന നിലയിലാണ് ആ റിപ്പോർട്ടുള്ളത്. അതുപോലെ തന്നെ 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ നേരത്തെ ബജറ്റിൽ നിർദ്ദേശമുണ്ടായിരുന്നു. ആ 500 ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ, അതിൽ 300 ബസ്സുകളോളം വാങ്ങാനുള്ള ധാരണയായി കഴിഞ്ഞു എന്നുള്ള വാർത്തയും മനോരമ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. മാതൃഭൂമിയിലേക്ക് പോയാൽ വരുമാനത്തിൽ കേരളത്തിൽ നികുതി വളർച്ചയിൽ കേരളം വളരെ പിന്നിലാണ്. പ്രധാന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിൽ കേരളം വളരെ പിന്നിലാണ് എന്നുള്ളൊരു വാർത്ത. അതായത് 2016-17 തൊട്ട് 2020-21 കാലയളവിലെ 5 വർഷത്തെ കണക്കാണ് കേന്ദ്ര ധനമന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിൽ ഈ നികുതി പിരിവിൽ കേരളം വളരെ പിന്നിലാണ് എന്ന വിവരമാണ് ഈ റിപ്പോർട്ടിൽ ഉള്ളത്. അതായത് പ്രളയം, കോവിഡ് തുടങ്ങിയ കാര്യങ്ങൾ ഉലച്ച ആ സമയത്തെ കണക്കാണിത്. പക്ഷേ ആ സമയത്ത് നികുതി വരുമാനം കുറവാണെങ്കിൽ പോലും അസാധാരണമായ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് വളരെ അപകടകരമാണെന്നുള്ള ഒരു റിപ്പോർട്ടാണ് മാതൃഭൂമിയിൽ പ്രധാനമായും ഉള്ളത്. മാതൃഭൂമിയുടെ ഉൾപേജിൽ എടുത്താൽ ഇന്നിപ്പോൾ ഗവർണറുടെ നയപ്രഖ്യാപനം തുടങ്ങുകയാണ്. ആദ്യ സർക്കാരിൻ്റെ സമയത്ത് ഈ ഗവർണറും അതുപോലെ തന്നെ സർക്കാരും തമ്മിലുള്ള ഈ ഭിന്നത അന്നും ഉണ്ടായിരുന്നു എന്ന റിപ്പോർട്ടാണ്. അത് അന്നത്തെ EMS അന്ന് രാജിവെച്ചതിന് ശേഷം, വിമോചന സമരത്തിന് ശേഷം രാജിവെച്ചതിന് ശേഷം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരോട് സംസാരിക്കുന്ന ചിത്രം ഉൾപ്പെടെ നൽകിയാണ് മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ട് ഉള്ളത്. മാതൃഭൂമിയിൽ തന്നെ മറ്റൊരു ഉൾപേജിൽ ഉള്ള ഒരു വാർത്തയാണ്, നാവികസേനയ്ക്ക് വീണ്ടും വാഗിർ വീര്യം എന്ന വാർത്ത. അതായത് കാൽവരി ശ്രേണിയിലെ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായി നിർമ്മിച്ച മുങ്ങിക്കപ്പലിൻ്റെ അത് ഇന്ന് കമ്മീഷൻ ചെയ്യുകയാണ് INS വാഗിർ. ആ കാൽവരി കപ്പൽ ശ്രേണിയിലെ 5ാമത്തെ മുങ്ങിക്കപ്പലാണിത്. അതിൻ്റെ വാർത്തയാണ് മാതൃഭൂമി നൽകിയിരിക്കുന്നത്. കടലിലെ ഒട്ടേറെ പരീക്ഷണങ്ങൾക്കൊടുവിലാണ് അന്തർവാഹിനി നാവികസേനയുടെ ഭാഗമാകുന്നത്. ഈ ശത്രുക്കളെ, അതായത് കടലിലും അതുപോലെ തന്നെ കടലിൻ്റെ അടിത്തട്ടിലും ശത്രുക്കളെ നേരിടാനുള്ള വീര്യം, വിവരങ്ങൾ ശേഖരിക്കാനുള്ള കഴിവ് എന്നീ ദൗത്യങ്ങൾ നിറവേറ്റാൻ ഈ INS വാഗിറിന് കഴിയും എന്നാണ് നാവികസേന അറിയിച്ചിട്ടുള്ളത്. മംഗളത്തിലേക്ക് വന്നാൽ, മംഗളത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ കേരളം ചർച്ച ചെയ്തായിരുന്നു പോലീസും ഗുണ്ടകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം. അതിന് തെളിവായി ഈ തിരുവനന്തപുരം മംഗലപുരത്ത് പോലീസും അതുപോലെ തന്നെ തദ്ദേശീയരായ ഗുണ്ടകളും ഒരുമിച്ചുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, അതായത് മംഗലപുരം ചങ്സ് എന്ന പേരിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ്, അതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു, അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. അതിൽ പോലീസിൻ്റെ പല രഹസ്യങ്ങളും, പോലീസിൻ്റെ നീക്കങ്ങൾ സംബന്ധിച്ച പല രഹസ്യങ്ങളും ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ചോർന്നതെന്ന വിവരവും ലഭിക്കുന്നുണ്ട്. പിന്നീട് ഇത് പുറത്തായതിനു ശേഷം ഈ ഗ്രൂപ്പ് പിരിച്ചുവിട്ടു. ഈ ഗ്രൂപ്പ് ഇപ്പോൾ നിലവിലില്ല. പക്ഷേ സൈബർ സംഘത്തിന് ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട എല്ലാ വിശദാംശങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേരള കൗമുദിയിൽ പ്രധാന വാർത്തയായി നൽകിയിരിക്കുന്നത്, കണ്ണെഴുതി കാഴ്ച പോവല്ലേ, പൊട്ടുതൊട്ട് പാണ്ടാവല്ലേ എന്നുള്ളൊരു വാർത്തയാണ്. അതായത് ദിവസവും കേരളത്തിൽ 4 കോടിയുടെ ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് വിൽക്കുന്നത്. ഇതിൽ 2 കോടിയോളം രൂപയുടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അത് വ്യാജൻ ആണ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അത് ഈ ശരീരത്തിന് പല രീതിയിലും അത് ബാധിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും ഈ റിപ്പോർട്ടിൽ കാണാൻ കഴിയുന്നതാണ്.
ഇനി ഗാർഡിയൻ എന്ന പത്രത്തിലെ ഒരു ബ്രിട്ടീഷ് പത്രത്തിലെ ഒരു ചിത്രമാണിത്. അതായത് അവിടെ സ്കോട്ട്ലൻഡിൽ നിർമ്മിച്ച ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അത് 3300ഓളം തൊഴിലാളികൾ ജോലി ചെയ്ത് നിർമ്മിച്ച ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റാണ്. ആ തൊഴിലാളികളുടെ സ്മരണയ്ക്കായി അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചുകൊണ്ടുള്ളൊരു വളരെ ഈ പരുന്തിൻ്റെ ഒരു ശില്പം അവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ഉയരത്തിലുള്ള വെങ്കല ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ചിത്രമാണ് ഗാർഡിയൻ വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് വന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയിൽ CAG റിപ്പോർട്ടാണ്. അതായത് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയ ക്രമക്കേട്, അതായത് യോഗ്യരല്ലാത്ത വ്യക്തികൾക്ക് സർക്കാർ ഭൂമി പാട്ടത്തിന് നൽകിയെന്ന വളരെ ഗുരുതരമായ ക്രമക്കേട് CAG റിപ്പോർട്ടിലുണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്ന് പത്രത്തിലെ ശ്രദ്ധേയമായ വിശദാംശങ്ങൾ. രഞ്ജിത്ത്. സരുണി ജോസാണ് പത്രവിശേഷം വിശദമായി നൽകിയത്.